പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇവരുടെ വിസയും റദ്ദാക്കും. അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ഗോണ്ടനാമോ തടങ്കൽ പാളയം നവീകരിക്കാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ അമേരിക്കയിലുണ്ട്. ഇക്കൂട്ടത്തിൽ പലരും പാലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും പരസ്യമായി പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അക്രമ സമരങ്ങളിൽ ഏർപ്പെട്ടവരുമുണ്ട്. ഇവരുടെ വീസകൾ റദ്ദാക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ഇസ്രായേൽ വിരുദ്ധ പാലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചവരെ നാടുകടത്താനും തീരുമാനമുണ്ട്. ഇതു സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു. ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ലെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 4-ന് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടാണ് നടപടി. അതേസമയം ഗ്വാണ്ടനാമോ തടവറ നവീകരിക്കാനുള്ള ഉത്തരവും ട്രംപ് ഒപ്പിട്ടു. 3500-ലേറെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഗ്വാണ്ടനാമോ തടവറയിലേക്ക് അയക്കാനാണ് നീക്കം. 30,000-ഓളം പേരെ പാർപ്പിക്കാൻ സജ്ജമാക്കുകയാണ് തടവറ. എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനായിരിക്കും തടവറയുടെ ചുമതല. കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഈ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ടോം ഹോമനും വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.